കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ കോന്നി എംഎൽഎ കെ.യു. ജനീഷ് കുമാറും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം തുടരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന സമൂഹ മാധ്യമത്തിലൂടെ എംഎൽഎക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതേസമയം എംഎൽഎക്ക് പിന്തുണ അറിയിച്ച് CPIM ജില്ലാ നേതൃത്വം രംഗത്തെത്തിയതോടെ വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മൗനം പാലിക്കുകയാണ്. വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചരിഞ്ഞ സംഭവത്തിൽ വാദപ്രതിവാദങ്ങളും പോർവിളികളും അവസാനിക്കുന്നില്ല. എംഎൽഎക്ക് CPIM ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതോടെ പാടം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ സമരം ശക്തമാക്കാനാണ് കെ.യു. ജനീഷ് കുമാർ MLAയുടെയും പാർട്ടിയുടെയും തീരുമാനം. നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ MLA നടത്തിയ നീക്കങ്ങൾ ശരിവയ്ക്കുകയാണ് CPIM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ. MLAക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ കോന്നി DF ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. തീരുന്നില്ല. രൂക്ഷമായ ഭാഷയിലാണ് ഭരണകക്ഷി പാർട്ടി നേതാക്കന്മാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിച്ചത്. ഉദ്യോഗസ്ഥർക്കെതിരെ MLA നടത്തിയ ശകാരത്തിന് മറുപടിയായി ഫേസ്ബുക്കിലൂടെയായിരുന്നു കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷന്റെ പ്രതികരണം. MLA നടത്തുന്നത് വനസംരക്ഷണത്തിനെതിരെയുള്ള നീക്കങ്ങളാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാദിക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കൂടൽ പോലീസ് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ തുടർ നടപടികൾ എങ്ങനെയെന്ന കാര്യത്തിൽ പോലീസും ഇരുട്ടിൽ തപ്പുകയാണ്. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന നാട്ടുകാരുടെ പക്ഷത്താണ് താനെന്ന വാദം ഉയർത്തിപ്പിടിച്ച് ജനീഷ് കുമാർ MLA ഉറച്ചു നിൽക്കുന്നു. വനം വകുപ്പ് MLAക്കെതിരെ റിപ്പോർട്ട് നൽകിയതോടെ CPIM ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ശീതസമരവും ശക്തി പ്രാപിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.